നമസ്കാരം. കർഷക സമരം നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിൽ നടന്നിരുന്നു. ആ സമയത്ത് വലിയ സംഘർഷങ്ങളും അക്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു. അവരെ മുഴുവൻ ജയിലിലടക്കാനും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെങ്കിലും ദില്ലി ഭരിക്കുന്നത് ആം ആദ്മി ആയിരുന്നു. അപ്പൊ അതിന്റെ കുറെ സഹായങ്ങൾ ആ ഒരു സമയത്ത് കർഷക സമരത്തിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ CJPയുടെ സമരം ഇപ്പോൾ ഈ കഴിഞ്ഞ 36 ദിവസങ്ങളോളമായി ദില്ലിയിൽ നടന്ന സമയത്തും അവിടെ സംഘർഷങ്ങൾ ഉണ്ടായപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെങ്കിലും ദില്ലി സ്റ്റേറ്റ് ഭരിക്കുന്നതും BJP തന്നെയാണെന്നുള്ള തർക്കമില്ല. ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കുക, ദില്ലി ഭരണം ആം ആദ്മിയിൽ നിന്ന് വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് നിരന്തരമായി ജനങ്ങളിടയിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടാണ് BJP അധികാരം പിടിച്ചെടുത്തത്. അതിൽ വലിയ വിഷമം ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും രാജ്യത്തെ BJP വിരുദ്ധർക്കടക്കം വലിയ രീതിയിലുണ്ട്. പക്ഷെ ഇപ്പോൾ പുതുതായിട്ട് CJPയുടെ മറ്റൊരു ഭീഷണി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. ഈ പറയുന്ന പാർട്ടി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നു, ഞങ്ങളുടെ പ്രവർത്തകരെ ഓരോരുത്തരെയുമായിട്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ദില്ലി പോലീസ് കൃത്യമായിട്ട് അവരുടെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അവരെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഈ CJPയുടെ നേതാക്കന്മാർ പറയുന്നു. അവർക്കെതിരെയുള്ള നടപടികൾ, കേസുകൾ കൃത്യമായിട്ട് പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത ഒരു സമരം കൂടി, വലിയ സമരം, ഇപ്പോൾ നടന്നതിനേക്കാൾ വലിയ സമരം ജന്തർ മന്ദറിൽ ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് CJPയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ഒരു വ്യക്തത പൂർണ്ണമായിട്ടും വരുത്താം. കാരണം ഈ ഭീഷണിപ്പെടുത്തുന്നത് ആരെയാണെന്ന് ആലോചിക്കണം. BJPയെ ഭീഷണിപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ആർട്ടിക്കിൾ 317 ജമ്മു കാശ്മീരിൽ എടുത്തു കളയുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ, ഇതിലും വലിയ തീവ്രവാദികൾ ജമ്മു കാശ്മീരിൽ ഈ ആർട്ടിക്കിൾ 317 എടുത്തു കളഞ്ഞാൽ അവിടെ ഞങ്ങൾ മറ്റേത് പൊട്ടിക്കും, മോദിയെ ഞങ്ങൾ അത് ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് ചെയ്യും, ഞങ്ങൾ പലതും ഇതിന് മുന്നിൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഭീഷണി. പക്ഷെ ഈ ഭീഷണികളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്താണ് കശ്മീരിൽ നടന്നത്. പൂർണ്ണമായിട്ടും ആർട്ടിക്കിൾ 317 എടുത്ത് കളയും, ജിഹാദി ഭീകരവാദികളെ കശ്മീരിന്റെ മണ്ണിൽ അടിച്ചൊതുക്കുകയും ചെയ്തു. പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ഇന്ന് തലവെക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള അടിയാണ് കൊടുത്തിരുന്നത്. അപ്പോ ജന്തർ മന്ദറിൽ ഈ പറയുന്ന പോലീസിനെ ആക്രമിച്ചു, പോലീസ് വാഹനങ്ങൾ ആക്രമിച്ചു, സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് CCTV ക്യാമറകൾ പ്രധാനപ്പെട്ട എല്ലാം നശിപ്പിക്കുന്നതിനായിട്ട് CJPയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ CJPയുടെ പ്രവർത്തകർക്കൊപ്പം നുഴഞ്ഞു കയറിയിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികൾ നിരന്തരമായിട്ട് ചെയ്തിരുന്നു. അതിലൊരു സംശയമില്ല. അതിൽ ഗർഭിണിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വരെ ഇഷ്ടിക കിടിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോലും നടന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കേന്ദ്രത്തിനും അല്ലെങ്കിൽ ദില്ലി പോലീസിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അക്രമം അഴിച്ചു വിട്ടിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് അവരെ കണ്ട് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ടെക്നിക്കലായിട്ട് ഉണ്ട്. അതിലൊരു സംശയമില്ല. നിങ്ങളുടെ അടുത്ത് മാത്രമല്ല ടെക്നോളജി, സർക്കാരിന്റെ കയ്യിലും ടെക്നോളജി ഉണ്ട്. അപ്പോൾ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് അക്രമം അഴിച്ചുവിട്ട ഏത് പാർട്ടിയുടെ നേതാവാണെങ്കിലും അവരെ, അല്ലെങ്കിൽ ഏത് പ്രവർത്തകരാണെങ്കിലും അവർ ഏത് സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളാണെങ്കിലും അവരെ അവിടെ പോയി അറസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ദില്ലി പോലീസിനും സർക്കാരിനും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്ത് ഭീഷണി നടത്തിയാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും അക്രമം അഴിച്ചുവിട്ട ആളുകളെ കൃത്യമായിട്ട് അവരുടെ വീടുകളിൽ പോയിട്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കും ഉള്ളതിൽ ഒരു തർക്കമില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന മറ്റ് ചില വാർത്തകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ആം ആദ്മി പാർട്ടിയുടെ പല നേതാക്കന്മാരും 2020 ദില്ലിയിൽ നടന്ന വലിയ കലാപത്തിൽ ഒരുപാട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാര് പ്രതികളായിരുന്നു. ഈ പ്രതികളായിരുന്നവരെയൊക്കെ നിസ്സാരമായിട്ടാണ് അന്ന് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദില്ലി പോലീസിന്റെ ചുമതല ഇപ്പോഴും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ്. BJPയുടെ സംസ്ഥാന ഭരണകൂടത്തിന് പോലും അല്ല എന്നുകൂടി മനസ്സിലാക്കണം. അന്ന് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിലിരുന്ന സമയത്തും അവർക്കും പോലീസിൽ പ്രത്യേകിച്ച് വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ സാധിക്കില്ല. കാരണം ദില്ലി പോലീസ് എപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ വകുപ്പിന് കീഴിലാണ്, ആഭ്യന്തര വകുപ്പിന് കീഴിലാണ്. അമിത്ഷായാണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പൊ അമിത്ഷാ എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം പ്രവർത്തിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ആളാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവും പ്രവർത്തന പരിചയവും എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഏത് പാർട്ടി ഇവിടെ ആക്രമണം നടത്തിയാലും ആ ആക്രമണത്തെ ഏതെല്ലാം രീതിയിൽ ചേർത്ത് തോൽപ്പിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇവിടുത്തെ പ്രതിപക്ഷ നേതാവടക്കം പാർട്ടിയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ വിടണം എന്നൊക്കെയാണ്. ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട ഒരു വാക്കുകളാണോ ഇതെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു കാരണവശാലും കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ ഇരിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. നീറ്റ് പരീക്ഷയോ മറ്റുള്ള കോളേജുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ സർവകലാശാലയിലേക്ക് നടക്കുന്ന എക്സാമുകളും ജോലി സംബന്ധിച്ച് നടക്കുന്ന എക്സാമുകളും അതിന്റെ
റിസൾട്ടും പല കാര്യങ്ങളും പല രീതിയിൽ പലപ്പോഴായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം ചോർന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇല്ലാത്ത വികാരം ഇപ്പോഴുണ്ടാകുന്നത് ഒരേ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 2014 മുതൽ 2026 വരെ എന്ന് പറയുന്ന ഈ 12 വർഷ കാലയളവ് നരേന്ദ്രമോദി തന്നെയാണ് കേന്ദ്രത്തിൽ BJPയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. BJP ആണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും തൂത്തുവാരുന്ന തരത്തിലേക്ക് ഓരോ തിരഞ്ഞെടുപ്പുകൾ കഴിയും തോറും അവസാനമായിട്ട് ബംഗാൾ അടക്കം പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒരുപാട് വിഷമം ഈ CJPക്കാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ വളരെ അർബൻ നക്സലുകളായിട്ടുള്ള ചില ജൻസികൾക്കാണെങ്കിലും പൂർണ്ണമായിട്ടും ഈ രീതിയിൽ വലിയ വിഷമുണ്ടാകും. ഒരു കാര്യം മനസ്സിലാക്കുക, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജൻസികൾ പ്രവർത്തിക്കുന്നത് CJPയിലോ കോൺഗ്രസിലും ഒന്നുമല്ല, അത് സംഘപരിവാറിലാണ്. ബജറംഗ് ദളും യുവമോർച്ചയിലും അതോടൊപ്പം തന്നെ RSSലുമാണ് ഏറ്റവും കൂടുതൽ ജൻസികൾ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തും BJPക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാത്തത്. ബീഹാർ പരാജയപ്പെടുമെന്ന് പറഞ്ഞു, ഹരിയാന പരാജയപ്പെടുമെന്ന് പറഞ്ഞു, മഹാരാഷ്ട്ര പരാജയപ്പെടുമെന്ന് പറഞ്ഞു. അവസാനമായിട്ട് ഇത്തവണ കൂടി മമതാ ബാനർജി തന്നെ ബംഗാൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് എല്ലാം നിങ്ങളെ കരയിപ്പിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതെല്ലാം തരത്തിൽ ബംഗാളിൽ BJPയെ പരാജയപ്പെടുത്താനായിട്ട് മമതാ ബാനർജിയും അവിടുത്തെ ഗുണ്ടകളും വലിയ രീതിയിൽ ശ്രമിച്ചിരുന്നു. പക്ഷെ ഈ ഗുണ്ടകളടക്കം ചെയ്തിരുന്ന വിഷയങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ മഹാരാജ്യത്ത് ഇനി വരാൻ പോകുന്ന 2029 തിരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും 42-ൽ 40 സീറ്റുകളെങ്കിലും BJP ബംഗാളിൽ നിന്ന് കൃത്യമായിട്ട് പൊക്കും. അവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും ഇപ്പൊ 20-ന് മുകളിൽ MP-മാർ ഇപ്പോ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അവർ പൂർണ്ണമായിട്ടും പാർലമെന്റിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്നു. DMK തമിഴ്നാട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയായിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ പാർട്ടിയും NCPയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയായിട്ട് ഉദ്ധവ് പക്ഷത്തിലെ MP-മാരും BJPയെ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനാണ് സാധ്യതകൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും ചർച്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, 2029 പാർലമെന്റ് ഇലക്ഷൻ BJPയെ സംബന്ധിച്ച് സിംഗിൾ വാക്ക് ഓവറാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ ദില്ലിയിലെ സമരക്കാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള അക്രമങ്ങളിൽ അവർ തന്നെ അതിൽ കോടതിയുടെ മുന്നിൽ, നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഒരു CJPയുടെ തലവന്മാരും വരില്ല. സാധാരണക്കാരായിട്ടുള്ള പിള്ളേരെ തലയിലേക്ക് മറ്റു കാര്യങ്ങൾ പിരികേറ്റി കൊടുത്തുകൊണ്ട് നടത്തുന്ന അക്രമ സമരങ്ങളും വിഷയങ്ങളും എല്ലാം ദില്ലി പോലീസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓരോരുത്തരുടെയും ചിത്രങ്ങളും കൈരേഖകളും അടക്കം കൃത്യമായിട്ട് CCTV ക്യാമറകൾ വഴിയും മറ്റ് പോലീസിന്റെ സംവിധാനങ്ങൾ വഴിയും എല്ലാവരെയും പോലീസിന്റെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആരെല്ലാമാണ് എന്നുള്ളതും വ്യക്തമാണ്. 400-ന് മുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ദില്ലി പോലീസിന്റെ കീഴിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അത് ദില്ലി പോലീസ് തന്നെയാണ് പുറത്തുവിടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ്, അക്രമം അഴിച്ചുവിട്ട ആളുകൾക്ക് ശിക്ഷ ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. നീറ്റ് കൊള്ള നടത്തിയവർക്ക് എതിരെ മാത്രം നടപടി പോരാലോ, നീറ്റ് കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകണം. ഇതാണല്ലോ ജനാധിപത്യ ധാർമ്മികത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു അക്രമിക്കും സാധിക്കില്ല എന്ന് ദില്ലി പോലീസ് കൃത്യമായിട്ട് ഇവിടുത്തെ CJPയുടെ പാർട്ടി തലവന്മാരെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ്. ആര് ഏത് തരത്തിലുള്ള ഭീഷണിയും കേന്ദ്ര സർക്കാരിനെയും മോദി നടത്തിയത് നടപ്പിലാകില്ല. ന്യായമാണെങ്കിൽ കൂട് നിൽക്കും, അല്ലെങ്കിൽ തുടച്ചു നീക്കും, ഒരു സംശയമില്ല. വന്ദേ മാതരം.